ഹായ്, ഗുഡ് മോർണിംഗ്. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ഉം 6-ഉം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വചനം നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്നത്, നമ്മുടെ കുറവുകളിൽ, നമ്മുടെ താഴ്ചകളിൽ നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ സഹായകൻ, അവിടുന്ന് നമുക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ആത്മധൈര്യത്തോടു കൂടി നമ്മൾ പറയുവാണെങ്കിൽ, എൻ്റെ സഹായകൻ കർത്താവാണ്, എനിക്കൊന്നിനും കുറവില്ല, അവിടുന്ന് ഒന്നിനും എനിക്ക് മുട്ട് തരികയില്ല. ആ ഒരു ആത്മധൈര്യത്തോടു കൂടി നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ചും വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഒൺലി തിങ് നമുക്ക് ആവശ്യമുള്ളത് എന്തുവാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എനിക്കിതെല്ലാം നേടിത്തരും, എനിക്കിതെല്ലാം ചെയ്തു തരും. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുത്തുക, ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പറയുകയും ആയിരിക്കുകയും ചെയ്യാം. എൻ്റെ സഹായകൻ്റെ കൂടെ, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇന്ന് ഞാൻ ആണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.